ദാ നോക്കൂ, ഇയാളെ ശാരദയെടുത്ത് തിരക്കിയിരുന്നു. കണ്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു. ആ ഡോക്ടറല്ലേ ചിറ്റെഴുത്തുകാരുടെ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന അയാള് തിരിച്ചു വന്നു അത്രേ. എന്നെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് അല്ലേ? ഞാൻ ആരെയും കാണാൻ വന്നതല്ല ഈ ആളൊഴിഞ്ഞ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് നോണ പറഞ്ഞ് ഭദ്രയ്ക്ക് ശീലമില്ല. ശ്രമിച്ചാലും ഈ കണ്ണുകൾ അതിന് കൂട്ടു നിൽക്കില്ല. ഇരിക്കിഷ്ട. പ്രതീക്ഷിച്ചത് ഡോക്ടർ അരുണിനെയാണ്. പുള്ളി വന്നു എന്നറിഞ്ഞത് സത്യമല്ല. നിർദോഷമായ ഒരു കള്ളം ഏത് ശാരദ ടീച്ചർക്കും പറയാം. ഇനി ഇവിടെ ഒരു വാടകക്കാരൻ വരില്ല. കാരണം ഞാനത് വാങ്ങിച്ചു. പണം കൊണ്ട് എന്തെല്ലാം വാങ്ങിച്ചു കൂട്ടല്ലേ. ഒരു പെൺകുട്ടിയുടെ ഹൃദയം ഒഴുകി എന്തും. എനിക്ക് പോണം. പോവാം. ആദ്യമായി ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞയാൾ വിവാഹം കഴിക്കാൻ സമ്മതം മൂളിയതും അയാളോടായിരുന്നു. അയാൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കല്ലേ, ഒരു വേദനയായിട്ട്. അങ്ങനെ വേദനയൊന്നുമില്ല. പിന്നെന്തിനാ വന്നു എന്നറിഞ്ഞപ്പോ ഓടിയെത്തിയത്? എനിക്ക് വേണ്ടി കാത്തിരുന്ന് വെറുതെ കാലം കഴിക്കരുന്ന് പറയാൻ. അവസാനമായി കണ്ട ദിവസം അത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്ന് പറയാം, കൂടെ വരാൻ ഞാൻ ഒരുക്കോണെന്ന് പറയാം. അതൊക്കെ ഭദ്രയുടെ ഇഷ്ടം. ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരാം ആളിനെ. ഞാൻ എന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന? ഭദ്രയ്ക്ക് വേണ്ടി. അത്രയേറെ ഇഷ്ടമാണ് ഇയാളിനെ എന്ന് കൂട്ടിക്കൊള്ളൂ. മോളുടെ ഒരാളിന്റെ മനസ്സിന്റെ നന്മ, അതുകൊണ്ടാ ഈ കുടുംബം ഇവിടെ കഴിയണത്. അത് മറന്നാ ആര് പൊറുക്കും? മോളെ ഇവിടെ വരെ വരുത്തി എന്ന് പറയണത് എന്നെ പാടില്ലാത്തായിരുന്നു. ഞാൻ പറഞ്ഞ അവള് തള്ളില്ല. ഞാൻ സമ്മതിപ്പിക്കാം അവളെ. ചെയ്തതിന് പ്രതിഫലം ചോദിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ അനിയന് വേണ്ടി അപേക്ഷിക്കാനാ. ഭദ്ര സമ്മതം പറഞ്ഞില്ല എന്ന് വെച്ചാൽ ചിലപ്പോ അവൻ ഇനിയൊരു വിവാഹത്തിന് തയ്യാറാവൂന്ന് പോലും തോന്നണില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡോക്ടർ ഉണ്ടെന്നാ സംശയം. അയാള് പോയില്ലേ ഏതോ നാട്ടില്? ചിലപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒന്നായിട്ട് കണ്ടിട്ടില്ല എന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത്. അവളുടെ കഷ്ടപ്പാട് കണ്ട് ഭഗവാൻ അയച്ചതാ ഈ കുട്ടിയുടെ അനിയനെ. എന്നിട്ട് എന്താ ഇപ്പൊ അവള് മറുത്തു പറയണേ? എല്ലാരും കൂടി അങ്ങ് നിർബന്ധം പിടിച്ചാ ഭദ്ര സമ്മതിക്കും. ഒരു കാര്യത്തിലും അവളങ്ങനെ എഡമെന്റ് ഒന്നുമല്ല. ഞാനൊന്ന് കാണട്ടെ തനിച്ച്. ഞാനെന്താ? ശരി, വാസും കൂടിയൊക്കെ ഒന്ന് പറയണം ഭദ്രയോട്. തീർച്ചയായും അത് നടന്നു കാണാൻ സത്യമായിട്ട് ഞങ്ങൾ ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കും വാസു, അവൾ സമ്മതിക്കും. വയ്യാന്ന് തീർത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. ആ വാസുവേട്ടാ, നിങ്ങളെ തിരക്കി ആ അരുൺ ഡോക്ടർ 2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. കണ്ടാ പറയാൻ പറഞ്ഞു ഗസ്റ്റ് ഹൗസിലാ താമസം, രാത്രി വീട്ടിലേക്ക് വരുമെന്ന്. ആരാത്? ആ ഡോക്ടറാണോ? അതെ. അയാളിപ്പോ എന്തിനാ? വാസു അയാളെ കാണോ? ഉവ്വ്, അയാൾ ഭദ്രയെ കണ്ടാൽ എന്താവുന്ന? അതിനു മുമ്പ് വാസു കാണണം. കണ്ടിട്ട് പറയണം കൃഷ്ണനുമായുള്ള കല്യാണത്തിന് ഭദ്ര സമ്മതം പറഞ്ഞോന്ന്. അതല്ലേ നല്ലത്? ഉവ്വ്, ഞാനങ്ങനെ പറയാം. അവര് തമ്മിൽ കാണാതിരിക്കുകയും വേണം. പോയിക്കൊള്ളൂ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പോയ ശേഷം സാറിന്റെ വിവരമൊന്നും കാണാതായപ്പോ ഈ നാടും മറന്നു കരുതി. വിളിച്ചിരുന്നു പലവട്ടം, ഭദ്രയെ ഒരിക്കൽ പോലും കിട്ടിയില്ല. ഇതിപ്പോ നല്ല ദിവസമാണ് സാറിന്റെ വരവ്. ഭദ്രയുടെ വിവാഹം ഏതാണ്ട് ഉറച്ചു. മലർന്നു കിടന്ന് നോക്കിയാൽ
കാണാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നൊരു ബന്ധം. അതും ആ പയ്യന്റെ ചേച്ചി വന്ന് കാല് പിടിക്കുകയായിരുന്നു. ഭദ്ര സമ്മതം പറഞ്ഞു. വീൽ ചെയറിന്മേൽ ജീവിക്കുന്ന ആ സ്ത്രീ വന്ന് അപേക്ഷിക്കുമ്പോൾ അവളെപ്പോലൊരു കുട്ടിക്ക് സമ്മതം പറയാതിരിക്കാൻ പറ്റുമോ? ആരായാള്? എന്ത് ചെയ്യുന്നു? അയ്യോ, കോടീശ്വരൻ. ഒരു 100 കൂട്ടം ബിസിനസ് ഉണ്ട്. അച്ഛന്റെ മരണശേഷം അയാളുടെ കയ്യിലേക്ക് കിട്ടിയത് കൂടുന്നതേ ഉള്ളൂ ദിവസം കഴിയും തോറും. മഹാഭാഗ്യമല്ലേ കുട്ടിയുടെ മഹാഭാഗ്യം. അവളിനി രാജകുമാരിയായിട്ട് കഴിയും. ഇറങ്ങുക. പോണം. ഭദ്രയെ കണ്ട് ഒരു കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. അത് വേണ്ട സർ. സാറിനിനി കണ്ടാൽ ഞാൻ പറഞ്ഞത്. ഓവ്, ഞാൻ പറഞ്ഞു എന്ന് പറയൂ. കാണുമ്പോ ഭദ്രയ്ക്കും ആ മഹാഭാഗ്യവാനായ ചെറുപ്പക്കാരനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയൂ. ഈ രാത്രി തന്നെ പോണം. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. രാത്രി യാത്രയില്ലെന്നാണ്. ഓവ്, യാത്ര പറയുന്നില്ല.